ഇപ്പോൾ 2024 ഒരുപാട് വാഗ്ദാനങ്ങളോടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കഴിയാതെ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ ഈ കുടിയേറ്റ നിയന്ത്രിക്കാൻ കഴിയാത്ത തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്കും അധികാരം, അതായത് നീണ്ട 12 വർഷത്തോളം UK ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്കും അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ഈ പറഞ്ഞ കുടിയേറ്റം തന്നെയാണ്. നമ്മളൊരു മാൻഡ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, മാൻഡ്രേക്കിൻ്റെ പ്രതിമ ഇങ്ങനെ കൊടുക്കുന്ന പോലെ കൺസർവേറ്റീവ് പാർട്ടി 14 വർഷത്തോളം UK ശക്തമായ രീതിയിൽ ഭരിച്ചിരുന്ന, കോവിഡ് സമയത്തൊക്കെ UK കൺട്രോൾ ചെയ്ത, UK ശക്തമായ രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. ആ കൺസർവേറ്റീവ് പാർട്ടിക്ക് അടിപതറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കുടിയേറ്റം നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിരുന്നു. സത്യത്തിൽ UK കുടിയേറ്റക്കാർ ആവശ്യമുണ്ടോ? UK നമ്മളെപ്പോലുള്ള മറ്റു രാജ്യങ്ങളിൽ ആൾക്കാർ ആവശ്യമുണ്ടോ? അതൊരു ചോദ്യം തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആവശ്യമുണ്ട്, എന്നാൽ അധികം ആവരുത് താനും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഉപ്പിനെ പോലെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഉപ്പിൻ്റെ അളവ് കൂടിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് നമ്മളെപ്പോലെ ആൾക്കാർ ഇവിടെ കൂടിയാൽ. നേരെ പക്ഷേ ഉപ്പില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് നമ്മളെപ്പോലെ ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.